ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരു പിടി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കിയ ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. ഇപ്പോഴും ഒരുപാട് താരങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾ തുടരുകയാണ്. ഏതായാലും ഈ താരങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞാൽ വരുന്ന സീസണിലേക്കുള്ള റയലിൻ്റെ ഒരു 11 എങ്ങനെയാകും? അത്തരത്തിലുള്ള ഒരു പോസിബിൾ ലൈനപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് തിബൌട്ട് കോർട്ടുവ തന്നെയായിരിക്കും. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെൻറ്റർ ബാക്കുമാരായിക്കൊണ്ട് ഡീൻ ഹുയ്സൺ അവിടെ ഉണ്ടാകും. കൂടാതെ ഇബ്രാഹിമെ കൊനാട്ടയെ നമുക്ക് അവിടെ കളിപ്പിക്കാം എന്നുള്ളതാണ്. പുതിയതായിക്കൊണ്ട് റയൽ കൊണ്ടുവന്ന താരമാണ് കൊനാട്ടെ. ഇനി വിങ് ബാക്കുമാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇടത് വിങ് ബാക്ക് ആയിക്കൊണ്ട് കുക്രയെ ഉപയോഗപ്പെടുത്താം. മികച്ച ഫോമിൽ കളിക്കുന്ന താരമാണ് കുക്രയ. അതുപോലെ തന്നെ വലത് വിങ് ബാക്ക് ആയിക്കൊണ്ട് അഥവാ റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഡെൻസൽ ഡംഫ്രിസിനെയും ഉപയോഗപ്പെടുത്താം. രണ്ടുപേരും മികച്ച താരങ്ങളാണ്. മധ്യനിരയിൽ റോഡ്രി എത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. റോഡ്രിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ ഇപ്പോൾ റയൽ തുടരുകയാണ്. അതോടൊപ്പം ഫെഡെ വാൽവെർദെ, ജൂഡ് ബെല്ലിംഗ്ഹാം എന്നീ രണ്ട് താരങ്ങളെ മധ്യനിരയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. മുന്നേറ്റ നിരയിൽ സ്ട്രൈക്കർ ആയിക്കൊണ്ട് കിലിയൻ എംബപ്പയെ ഉപയോഗപ്പെടുത്താം. ഇടത് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ ഉണ്ടാകും. അതായത് വിനി ക്ലബ്ബ് വിടും എന്നുള്ള റൂമറുകൾ സജീവമാണ്. പക്ഷെ അദ്ദേഹത്തെ നിലനിർത്താൻ കഴിഞ്ഞാൽ ഇടത് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ തന്നെയായിരിക്കും ഉണ്ടാവുക. വലത് വിങ്ങിൽ യാൻ ഡിയോമണ്ടയെ നമുക്ക് കളിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എത്തിയിട്ടില്ല. പക്ഷെ അദ്ദേഹം റയലിലേക്ക് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യം. ഇങ്ങനെയാണ് റയലിൻ്റെ വരുന്ന സീസണിലേക്കുള്ള ഒരു പോസിബിൾ ലൈനപ്പ് ആയിക്കൊണ്ട് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.